വെറും 100 രൂപ വെച്ചിട്ട് നമുക്ക് 3 നേരം അങ്ങനെ ബാംഗ്ലൂർ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അതാണ് വീഡിയോയിലോട്ട്. ഇപ്പം ഏകദേശം സമയം 10 മണിയായിട്ടാണ്. അപ്പം നമ്മൾ മടിവാളയിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മടിവാളയിലാണ് ഇങ്ങനത്തെ ചെറിയ കടകളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയ കട നോക്കിയിട്ടല്ല പോകുന്നത്. മൊത്തത്തിൽ ഹൈജീൻ ആവണം, പിന്നെ നല്ല ഫുഡിൻ്റെ ക്വാളിറ്റി വേണം, പ്രൈസ് കമ്മിയാവണം. അപ്പോൾ നമ്മളങ്ങനെ മടിവാള നോക്കി നടന്നു കേട്ടോ. നല്ല വെയിലൊക്കെയാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡസ്റ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം. അങ്ങനെ ആ റോഡിൽ കൂടെ ഞാൻ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് റോഡ് സൈഡിലായിട്ട് ഇളനീരൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇളനീര് കുടിച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശപ്പ് മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു കട നോക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ഇന്ന് മൺഡേ ആയത് കാരണം തന്നെ റോഡെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടെമ്പിളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കുറേയേറെ കടകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അത്ര ഹൈജീനായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പ്രൈസ് വൈസും നമ്മൾ അത്യാവശ്യം കമ്മി രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ നടന്നത്. അങ്ങനെ മുമ്പിലോട്ട് പോയി നമ്മുടെ അയ്യപ്പസ്വാമി ടെമ്പിളൊക്കെ കഴിഞ്ഞു. മടിവാളയിൽ അത്യാവശ്യം നല്ല മലയാളീസുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെമ്പിളിലൊക്കെ വരികയാണെങ്കിൽ പകുതി മുക്കാലും മലയാളീസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ ദയവായി കാണുന്ന ഒരു കട. ആ കട കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ കട. ഇഡ്ഡലി, ദോശ, വട എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഞാനിത് ഈ കാണുന്ന സാധനമാണ് മേടിച്ച് ഇഡ്ഡലി കേട്ടോ. ഇതിന് 30 രൂപയാണ് കേട്ടോ ആയത്. ഇതിന് പറയുന്ന പേര് തട്ട ഇഡ്ഡലി എന്നാണ് കേട്ടോ. 2 ഇഡ്ഡലി കിട്ടിയാൽ നമുക്ക് 30 രൂപയ്ക്ക്. അതിൻ്റെ ഒപ്പം ചട്നി ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അത് സംഭവം അന്യായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളെ വിശപ്പും മാറി. അതിനുശേഷം അടുത്ത ലഞ്ചിൻ്റെ സമയം കേട്ടോ. ഏകദേശം 1 മണി. നമ്മുടെ കയ്യിൽ ബാലൻസ് ഇനി 70 രൂപയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളത് എന്ത് കഴിക്കാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഒരു അമ്പൂർ ബിരിയാണി സെൻറ്റർ കേട്ടോ. ബിരിയാണി സെൻറ്റർ നല്ല ക്ലീനൊക്കെ ആയിരുന്നു. കുറേയേറെ ഐറ്റംസ് ഉണ്ട്. ചിക്കനും എഗ്ഗും, അമ്പൂർ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണിയും കബാബും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് വൈസ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിരിയാണിയുടെ റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ബിരിയാണി റൈസിക്ക് പറയുന്ന പേര് കുഷ്ക എന്നാണ് കേട്ടോ. അതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കുഷ്കയാണ് പറഞ്ഞത്. അപ്പോൾ അതേ കാണുന്ന സാധനമാണ് കേട്ടോ കുഷ്ക. അതിൻ്റെ റൈസ് മാത്രം എടുത്ത് നമുക്കിങ്ങനെ തരുവേ. ഈ ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. കുഷ്കൻ്റെ റേറ്റാണ് 40 രൂപ വരുന്നത്. കുഷ്ക പറഞ്ഞാൽ റൈസ്. പിന്നെ അവിടെ അത്യാവശ്യം നല്ല ഹൈജീൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ വന്നിട്ട് പൈസ ഇല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. കാരണം വെറും 40 രൂപയാണ് ആവുള്ളൂ. അതിനൊപ്പം എന്താ ഇങ്ങനെ ഒരു കറിയൊക്കെ കിട്ടുന്നുണ്ട്. കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഓക്കെ ടേസ്റ്റ് ആയിരുന്നു. വല്ലാണ്ടൊരു നല്ലതൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊപ്പം എന്താ ഉള്ളിയൊക്കെ ഒഴിച്ച് കഴിക്കാം. അത് അതിൻ്റെ ഒപ്പം ഫ്രീ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ പ്രൈസ് ആയത് 40 രൂപയാണ് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് 30 രൂപയാണ് കേട്ടോ. ആ 30 രൂപ വെച്ച് നമുക്ക് വൈകിട്ടത്തിൽ ഡിന്നർ കഴിയണം. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അതാ കുറേയേറെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ ഒക്കെ വലിയ വലിയ ഷോപ്പുകളാണ്. നമ്മുടെ കയ്യിൽ ഞാൻ ബഡ്ജറ്റ് ഉള്ളത് 30 രൂപയാണ് കേട്ടോ ബാലൻസ് ഉള്ളത്. അപ്പോൾ 30 രൂപയ്ക്ക് നമ്മൾ കട നോക്കിയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കട കണ്ടു കേട്ടോ, ചെറുത്. അതിൽ ഇഡ്ഡലിയും, ദോശ, വട ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് നല്ല തമിഴ്നാട് സ്റ്റൈലിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവർ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ് പറഞ്ഞത്. ഇഡ്ഡലി പറഞ്ഞാൽ നല്ല ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല 30 രൂപയേ ആയുള്ളൂ കേട്ടോ ഇഡ്ഡലിക്ക്. ഞാനത് അവിടുന്ന് പാർസൽ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് അവർ നല്ല ഇലയിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് തന്നത്. 30 രൂപയാണ് കേട്ടോ നമുക്കിവിടെ ചിലവായത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആ 100 രൂപ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് വരണമെങ്കിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡാണ് നോക്കണമെങ്കിൽ, ഇതേപോലത്തെ കുറേയേറെ സ്പോട്ടുകളാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ബാംഗ്ലൂർ വരാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ടിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.